വഴിയിൽ കാട്ടാനക്കൂട്ട് ഇറങ്ങി നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഊട്ടിയിലേക്കൊക്കെ വരുമ്പോഴും ശ്രദ്ധിക്കുക, അതേ ഊട്ടി മെയിൻ റോഡിലാണ് കാട്ടാനക്കൂട്ട് ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. ഗാന്ധിജി വരെ അന്നത്തെ കാലത്ത് തിരക്കി വന്നൊരു ബേക്കറിയാണിത്. ഇനി എപ്പോൾ ഇവിടെ വന്നാലും ദേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ തട്ടിഡലിയും അതുപോലെ തന്നെ മസാല ദോശയും വേറെ ലെവലാണ് കേട്ടോ. ഇത്രയും കാലം ഊട്ടിയിൽ വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ പുലിയും പുലിക്കുട്ടികളെയും കരടിയൊക്കെ ഇല്ലേ ഇവിടെയാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഊട്ടിയും കുനൂരും ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പ്ലാൻ ചെയ്തോ, യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട. ഗാന്ധിജി വരെ വന്ന ഒരു ബേക്കറി, അതുപോലെ തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ദെൻ നല്ല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അവസാനം വരെ കാണുക. ഇത്തവണത്തെ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്നാണ്. ആ മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മൾക്കൊന്ന് കേൾക്കാം. അവിടെ പുലിയും കടുവയും എന്താ പറയുക മറ്റേ ഇത് ബേറൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടെ പുലിക്കുട്ടികളെ കണ്ടു. പിന്നെ അതുകൂടാതെ ബേറിനെ കണ്ടു. അത് വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു മെസ്സേജൊക്കെ ഫോണിലേക്ക് വന്നാൽ പിന്നെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ സാധിക്കുമോ? നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? എന്നെ കൊണ്ട് എന്തായാലും സാധിക്കത്തില്ല. ഇനി ആ സ്ഥലം കണ്ട് അവിടെ പുലിക്കുട്ടികൾ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവിടെ പോയി കണ്ട് ആ സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെയാണ് ബാക്കി കാര്യം. നേരെ ഞാൻ ഇന്ന് ബസ്സിലാണ് നമ്മുടെ ട്രിപ്പ് കേട്ടോ. കാരണം ഇ പാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ബസ്സിലാകുമ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്നുമില്ല. വഴിയിൽ കാട്ടാനക്കൂട്ട് ഇറങ്ങി നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഊട്ടിയിലേക്കൊക്കെ വരുമ്പോഴും ശ്രദ്ധിക്കുക, അതേ ഊട്ടി മെയിൻ റോഡിലാണ് കാട്ടാനക്കൂട്ട് ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മ അത് പൊളിച്ചു. ദേ ആന, കാട്ടാന, ഊട്ടി കുനൂർ റൂട്ടിലാണ് ദേ കാട്ടാന ഉള്ളത്. ദേ നമ്മൾ ഇന്ന് അവിചാരിതമായിട്ട് ബസ്സിൽ വന്നപ്പോൾ തന്നെ ഇത്രയും കിടില ആനക്കൂട്ടത്തെ കാണാൻ പറ്റിയെന്നുള്ളതാണ് അടിപൊളി. എന്തായാലും കൂനൂരിലേക്കുള്ള യാത്രയിൽ ദേ കൂനൂർ എത്താറായപ്പോൾ എനിക്ക് കാട് പ്രകൃതി സമ്മാനിച്ച ഒരു കിടിലൻ കാഴ്ച നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളതാണ്. വലിയൊരു കാട്ടാന കൂട്ടത്തെ തന്നെ നമുക്ക് റോഡിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കാണുന്ന പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ശബരി പോകുമ്പോൾ മാത്രം എന്താ ഈ കാട്ടാന കൂട്ടമൊക്കെ ഇങ്ങനെ റോഡിലിറങ്ങി നിൽക്കുന്നത്? ഇതല്ലേ അല്ലേ? നമ്മൾ എന്തിനെ കാണണമെന്ന് ആഗ്രഹിച്ചോ ആ ആഗ്രഹം കൈവിടാതിരുന്നാൽ മതി കേട്ടോ. നമുക്ക് ഉറപ്പായിട്ട് ആ ആഗ്രഹം പ്രകൃതി കാട്ടിത്തരും എന്നുള്ളതാണ്. കൂനൂരിൽ വെച്ചും അങ്ങനെ നമുക്ക് ഒരു കൂട്ടം ആനകളെ കിട്ടിയെന്നുള്ളതാണ്. ഓരോ സ്ഥലവും കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴെന്നറിയാമോ? അതായത് ആ സ്ഥലത്തെ കാഴ്ചകൾ വേണം, അനുഭവങ്ങൾ വേണം, അറിവുകൾ വേണം. അതിനോടൊപ്പം തന്നെ ആ സ്ഥലത്തെ രുചിയും കൂടെ ചേരുമ്പോഴാണ് അവിടെ ഒരു കംപ്ലീറ്റ്നെസ് വരുന്നത്. കുനൂരിൽ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, ശ്രീ ലക്ഷ്മി കഫേ. കുന്നൂർ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി ബെഡ്ഫോർഡ് എന്ന് പറയുന്ന സർക്കിളിലാണ് നമ്മുടെ ഈ ശ്രീലക്ഷ്മി കഫേ ഉള്ളത്. 1957 മുതൽ ഈ കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു പ്രൗഢിയും ഒന്നും പറഞ്ഞറിയിക്കണ്ടല്ലോ. സോ ഇവിടെ വന്നാൽ നമുക്ക് രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. മസാല ദോശയുണ്ട്, ഗീ റോസ്റ്റ് ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, എന്ത് വേണമെങ്കിലും നല്ല കിടിലൻ ഐറ്റംസ് ഉണ്ട്, നല്ല കിടിലൻ ഫിൽറ്റർ കോഫി ഉണ്ട്, എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്തായിരിക്കും എനി ഗസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം? തട്ടിഡ്ഡലി. ഈ കാണുന്നതാണ് ഇവിടുത്തെ തട്ടിഡ്ഡലിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇഡ്ഡലിയുടെ പുറത്ത് കുറച്ച് ഗീയും അതിൻ്റെ പുറത്ത് നമ്മൾ ഉഴുന്നുപൊടിയില്ലേ അതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തരും. ഇവിടെ തട്ടിഡ്ഡലിയുടെ കോമ്പിനേഷൻ സാമ്പാറല്ല കേട്ടോ, കൂടെ ചട്നിയും ഉണ്ട്. അപ്പോൾ വെയിറ്ററൊന്നും നമുക്കായിട്ട് എടുത്ത് തരാനായിട്ടില്ല. സോ സെൽഫ് സർവീസാണ്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടായിരിക്കുമേ. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കട്ടെ. നമ്മൾ സാധാരണ കഴിക്കുന്നതെന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കേട്ടോ. സാധാരണ നമ്മൾ സാമ്പാർ മിക്സ് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത്. ഇത് സാമ്പാറില്ല, നമ്മൾ ജസ്റ്റ് ഈ പൊടി മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു ഫീൽ കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. സോ ഞാൻ ഇന്നിപ്പോൾ ടേസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തട്ടിഡ്ഡലി. അപ്പോൾ കുനൂർ വന്നാൽ ശ്രീലക്ഷ്മി കഫേയിൽ കയറാൻ മറക്കണ്ട. ബെഡ്ഫോർഡിലുള്ള ശ്രീലക്ഷ്മി കഫേയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പടനായകനായ മഹാത്മാ ഗാന്ധിജി മുതൽ ഇങ്ങേറ്റം നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ പടനായകന്മാരായ ബ്ലെസിയും ജീത്തു ജോസഫും പോലും വന്ന് കൂനൂരിൽ കഴിക്കുന്ന ക്രൗൺ ബേക്കറിയാണ്. 1880 ഈ ബേക്കറി സ്ഥാപിച്ചിരിക്കുന്നത്. സോ ഏകദേശം 140ഓളം വർഷം പഴക്കമുണ്ട് ഈ ബേക്കറിക്ക്. ഇത്രയും കാലവും ഈ ബേക്കറി അതിജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. നമ്മുടെ ഗാന്ധിജി വരെ വന്ന് കഴിച്ചിട്ടുള്ള ബേക്കറിയാണ് ഇത് കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇന്ന് വരെ കാണാത്തതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു ഓതൻറ്റിക് ടേസ്റ്റ് ആണ് കേട്ടോ.
എന്താണെന്ന് ഗാന്ധിജി കഴിച്ചതെന്ന് അറിയാമായിരുന്നെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാലും മിക്കവാറും ചിലപ്പോൾ ഹണി കേക്ക് ആയിരിക്കും. ഹണി കേക്കിന് ഏകദേശം ഒരു 100 വർഷത്തിന് മുകളിലുള്ള പാരമ്പര്യം ഉണ്ടെന്നുള്ളതാണ്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഹണി കേക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഹണി കേക്ക് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഹണി പോലെ നമ്മൾ വായിലിങ്ങനെ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞങ്ങ് ഇല്ലാതായി പോവുകയാണ് കേട്ടോ. സ്പോഞ്ച് പോലെ, പഞ്ഞി പോലെ, നമ്മളെ പഞ്ഞിമുട്ടായിയൊക്കെ ഇല്ല അതേപോലെ ചവയ്ക്കാൻ കിട്ടുന്നില്ലെന്നേ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹണി കേക്ക് ട്രൈ ചെയ്യാൻ മറക്കണ്ടേ. അടുത്ത ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബട്ടർ ബൺ. അതാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത്. അതായത് നമ്മുടെ സാധാ ഒരു ബണ്ണെന്ന് പറയുന്നത് ആ ബണ്ണ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ബട്ടർ തേച്ചിട്ട് തരും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇവിടെ എല്ലാത്തിനും. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. ഞാൻ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇത് കരൾ ബണ്ണാണ്, കരൾ ബൺ. ഇവിടെ അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പേരിൽ ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ വയറ് ഫുള്ളായി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കരൾ ബൺ എടുത്തിട്ടുണ്ട്, ദെൻ നമ്മുടെ കുക്കീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ മുട്ട പപ്സ് അടിപൊളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുട്ട പപ്സ് എടുത്തിട്ടുണ്ട്. ഒരു 10-15 members they came through by walk. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഗാന്ധിജി വരെ അന്വേഷിച്ച് വന്ന് കയറിയ ബേക്കറിയാണിത്. സോ അതിനുശേഷം ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഗാന്ധിജി പോയ സ്ഥലങ്ങളിലെല്ലാം വന്ന കൂട്ടത്തിൽ അവർ ഇവിടെയും വന്നു അത് ഡോക്യുമെൻ്ററി ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അവർ ഇങ്ങിരുന്നേ നമ്മ ചാനൽ സബ്സ്ക്രൈബ് പണിയെടുക്കും. അപ്പോൾ ജിത്തു ജോസഫ് വന്നു, ബ്ലെസി വന്നു, ശബരി വർക്കല വന്നു. അപ്പോൾ ഇനി അടുത്ത നിങ്ങളെ ഊഴമാണ്. നിങ്ങൾ വരുമ്പം ജിത്തു ജോസഫിൻ്റെയും ബ്ലെസ്സിയുടെ ഒന്നും പേര് പറയാൻ നിൽക്കേണ്ട. അവരാരും നിങ്ങൾക്ക് പറഞ്ഞില്ലല്ലോ ഈ ബേക്കറി കുറിച്ചിട്ട്. ശബരി വർക്കല മാത്രമല്ലേ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ധൈര്യമായിട്ട് എൻ്റെ പേര് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൂനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡായിട്ട് വരും. ഈ സ്ഥാപനം എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിലനിൽക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വാളിറ്റി. എല്ലാ ഫുഡിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഓതൻറ്റിക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആണെങ്കിലും ഓണേഴ്സിൻ്റെ ആണെങ്കിലും ബിഹേവിയർ അത് നമ്മൾ കണ്ടു പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ജനങ്ങൾ ഈ ബേക്കറി അന്വേഷിച്ച് ഇവിടെ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കുന്നൂരിലെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ്. നല്ല മട്ടൺ ബിരിയാണിയും കിട്ടും, അതുപോലെ തന്നെ നല്ല ചിക്കൻ ബിരിയാണിയും കിട്ടും കേട്ടോ. ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല, എന്തായാലും നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും കൂനൂരൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോവേണം കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്. സോ നമ്മൾ നേരെ ഹോം സ്റ്റേയിലേക്ക് പോവുകയാണേ. ചില പ്ലേസുകളുണ്ട് കേട്ടോ, നമ്മൾ നൈറ്റ് ഇങ്ങനെ ടയേർഡായിട്ടൊക്കെ വന്ന് കിടന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ആകെ ഷോക്ക്ഡായി പോകും. അത്തരത്തിലുള്ളൊരു പ്ലേസിലാണ് ഇത് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ഇന്നലെ നൈറ്റ് ഇവിടെ വന്ന് കിടന്നപ്പോൾ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇന്നത് രാവിലെ കണ്ണ് തുറന്നപ്പോൾ വേറൊരു ഫീല്, ഒരു രക്ഷയില്ല കേട്ടോ. ആക്ച്വലി നമ്മൾ സ്റ്റേ ചെയ്യുന്നൊരു ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ സാധാരണ നമ്മളെയൊക്കെ വീട് പോലത്തെ ഒരു ഹോം സ്റ്റേ ആണ്. ബട്ട് ആംബിയൻസ് വാഹ്. രാവിലെ ഇങ്ങനെ ബേർഡ്സൊക്കെ നമ്മുടെ ചെവിയിൽ വന്ന് വിളിക്കുക. അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു മോർണിംഗ്, രാവിലെ ഒരു ചായ, പിന്നെ കൂട്ടിന് ഇഷ്ടം പോലെ ബേർഡ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അടിപൊളി സൺറൈസ് ആയിരുന്നു അല്ലേ. ആക്ച്വലി നമ്മളിങ്ങനെയൊക്കെ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ രാവിലെ ഒരു കിടിലം സൺറൈസ് കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കും, ഒരു ഡബിൾ എനർജി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മളൊന്ന് ഇറങ്ങി നടക്കാൻ പോകാനായിട്ട് ഇവിടുത്തെ ബേർഡ്സിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടുത്തെ ടീ എസ്റ്റേറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ്. അപ്പോൾ അവിടെ വരെ നമുക്കൊന്ന് നടന്ന് ആസ്വദിച്ചിട്ട് വരാം. രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോയിട്ട് വരാം. നമ്മളെല്ലാവരും ഇപ്പോൾ യാത്ര ചെയ്യാറുണ്ടല്ലേ. ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതും നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തിനാണ് യാത്ര ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു റഷ്യൻ കഥയിലൂടെ ഞാനത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കേൾക്കാൻ താല്പര്യമുണ്ടോ? ആ കഥ ഇങ്ങനെയാണ്. 2 പക്ഷി കുഞ്ഞുങ്ങൾ അവരുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാണ് നമ്മൾക്ക് ഈ 2 ചിറകുകൾ? അമ്മ പറയും, പറക്കുമ്പോൾ ഒന്ന് പൊന്താനും ഒന്ന് താഴാനുമാണെന്ന്. അച്ഛൻ പറയും, ഒന്ന് ആണും ഒന്ന് പെണ്ണുമാണെന്ന്. എന്നിട്ട് അവസാനം അവർ തന്നെ പറയും, അതറിയണമെങ്കിൽ നമുക്ക് ഒരു യാത്ര പോകാമെന്ന്. അങ്ങനെ ആ കുഞ്ഞുങ്ങളുമായിട്ട് അവരൊരു യാത്ര നടത്തും, ഒരു ദീർഘയാത്ര. മഞ്ഞുമലകളും പച്ചക്കാടുകളും കടലും ആകാശച്ചുഴിയും കാടും തീയും എല്ലാം കടന്ന്
ആഴ്ചകളും മാസങ്ങളും നീണ്ട ചിറകു വീശലിനിടയിൽ അവർ സ്വയം തന്നെ തിരിച്ചറിയും എന്തിനാണ് ആ ചിറകുകളെന്നുള്ളത്. ഇടത്തെ ചിറക് ദേഷ്യമാണെങ്കിൽ വലത്തെ ചിറക് സ്നേഹമാണ്. ഒന്ന് വേദനിച്ചു പൊളയുമ്പോൾ മറ്റൊന്ന് സാന്ത്വനമേകും. ഒന്ന് ആണിൻ്റെ സാഹസികതയും ഒന്ന് പെണ്ണിൻ്റെ കരുതലുമാവും. അങ്ങനെ ഇരു ചിറകുകളും എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കും. ഒടുവിൽ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്കും ഇവരും അമ്മമാരായിട്ടുണ്ടാവും. അപ്പോൾ ആ പുതിയ കുഞ്ഞുങ്ങളും ഇവരെടുത്ത് ചോദിക്കും സെയിം ക്വസ്റ്റ്യൻ. പുറകെ പറക്കുന്ന കുട്ടികളുടെ അതേ ചോദ്യത്തിന് കേട്ടില്ലെന്ന ഭാവത്തോടെ അവർ കൂടെ കൂട്ടും. ശരിക്കും കുട്ടികൾക്ക് ജീവിതം പഠിപ്പിക്കാനാണ് ദേശാടന കിളികൾ യാത്ര പോകുന്നത് എന്നാണ് കഥയുടെ സാരം. ഇത് തന്നെയാണ് നമ്മുടെയും യാത്രയുടെ ലക്ഷ്യം കേട്ടോ. യാത്ര പോകണമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ നാം നമ്മളെയും നമ്മുടെ ചുറ്റുപാടും മാത്രമേ കാണുന്നുള്ളൂ, അത് മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. നാം എന്താണെന്നും ലോകം എന്താണെന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പല പല സംസ്കാരങ്ങളിലൂടെ പല പല ടെറേനുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്, അവിടുത്തെ ജനങ്ങളെ കാണുമ്പോഴാണ്, അവിടുത്തെ ജീവിത രീതി മനസ്സിലാക്കുമ്പോഴാണ് നാം എന്താണെന്നും നമ്മൾ എവിടെയാണെന്നും ഈ ലോകം എന്താണെന്നും ഒക്കെയുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളും ജീവിതം പഠിക്കുന്നതും അവിടെ നിന്നാണ്. നമ്മൾ എത്തിപ്പെടുന്ന ഓരോ സ്ഥലത്തും നമ്മൾ നമ്മളെ മാത്രമാണ് കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെയും യാത്രയിൽ പരാജയപ്പെട്ടേക്കാം നിങ്ങൾ. അപ്പോൾ ഒരു യാത്ര ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല, ആ യാത്ര എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ യാത്രയുടെ വിജയം. പച്ച കളറിൻ്റെ ഇടയിലൂടെ ഞാനിങ്ങനെ കണ്ണോടിച്ച് വന്നപ്പോഴാണ് ദേ ഇവിടെ നീലവസന്തം, നമ്മുടെ നീലവാഗ പൂത്ത് നിൽക്കുന്നൊരു കാഴ്ച. അവിടെ നീലവാഗയാണെങ്കിൽ ഇവിടെ ദേ ഒരു തേനീച്ചക്കൂട്. ആ തേനീച്ചക്കൂടിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേ ഇവിടെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നമ്മുടെ കരടിയുടെ, മ്ലാവിൻ്റെ, മാനിൻ്റെ ഒക്കെ കാഷ്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങി നടക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ശബരി ഇവിടെ കരടിയുടെ പ്രസൻസ് വളരെ കൂടുതലാണെന്നുള്ളത്. ഓ കീരിയാണ് കേട്ടോ, കീരി. ഞാൻ വേറെ എന്തോ ആണെന്ന് വിചാരിച്ച് പെട്ടെന്ന് കരടിയൊക്കെ ആണെന്ന് വിചാരിച്ച് നോക്കിയതാണ്, സംഭവം കീരിയായിരുന്നു. ഹായ് മോർണിംഗ്. യെസ്, നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ അതേ ഇന്ത്യൻ ഗേൾസ് അവിടെ ഉണ്ട്, കുറേ കാട്ടുപോത്തുകളുണ്ട്, കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി കുറച്ച് ശ്രദ്ധിച്ച് നടക്കണമെന്നാണ് കേട്ടോ, കാരണം ரொம்ப കെയർഫുൾ ആയിരിക്കണമെന്ന്. அது சைடு சவுண்டு தெரியாதுங்க, சவுண்டு தெரியாது. ஓ சடனா அப்படி பாஞ்சிரும். ഓ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സൗണ്ട് അറിയാൻ പറ്റത്തില്ല. நிறைய நிறைய ஆளுங்க. ஓ இங்கே நிறைய டெத் ஆயிடுச்சு. இங்கே சூஸ் பார்க்குங்க, நிறைய இருக்கு. ഓ അതായത് പെട്ടെന്ന് ചാടി ഇങ്ങനെ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുമെന്ന്. அது வேற யாரோ கரெக்டாக பண்ணி தொந்தரவு பண்ணனால மாற்றம்லாம் இது பண்ணி விட்டுருக்கு. ഓ അതാണ് സംഭവം കേട്ടോ. കണ്ടോ നമ്മുടെ നായ അവിടെ ചെന്നപ്പോൾ നിന്നാണ്ടോ, ബൈസനെ കണ്ട അവിടെ നിന്ന് കണ്ടോ, അത് ശ്രദ്ധിച്ചു. ഓ സ്മെല്ല് പിടിക്കുമല്ലേ? ഓ കണ്ട കറക്റ്റ് അതിൻ്റെ സ്മെല്ല് പിടിച്ച് അവിടെ നിൽക്കുക. ശരി ശരി. അദ്ദേഹം തിരിച്ചു പോയി കേട്ടോ. കാരണം പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റീസെൻ്റ്ലി ഒക്കെ 2-3 തൊഴിലാളികളെ കാട്ടുപോത്ത് കുത്തി കൊന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? ഇന്ത്യൻ ഗൗർ എന്നാണ് അവനെ അറിയപ്പെടുന്നത്, അതറിയാമല്ലോ. പണ്ടാരോ നമ്മുടെ നാട്ടിലെ പോത്തിൻ്റെ അതേ രൂപം കാട്ടി കണ്ടപ്പോൾ ബൈ മിസ്റ്റേക്ക് പേരിട്ടു കാട്ടുപോത്തെന്ന്. അത് പിന്നെ നമ്മളങ്ങ് ഏറ്റെടുത്തു, അങ്ങനെ കാട്ടുപോത്തായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിലും പല പേരാണ്. കാട്ടുപോത്തുണ്ട്, കാട്ടെരുമ എന്ന് പറയുന്നുണ്ട്, കാട്ടി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മൂന്നാറിൽ നമ്മൾ ചെന്നാൽ ബൈസൺ വാലി എന്നൊരു സ്ഥലം തന്നെയുണ്ട്. അതായത് ബൈസൺ എന്നാണ് ഇതിനെ കുറേ സ്ഥലത്ത് പറയുന്നത്. ഇപ്പോൾ കൊടൈക്കനാലിൽ ചെന്നാലും നമുക്കറിയാം, അവിടെയും ബൈസൺ എന്നാണ് പറയുന്നത്. ഇപ്പുറത്തൊരു സിമെട്രിയാണ് അതിനകത്തും ഉണ്ട് കേട്ടോ. ആ ഓ സിമെട്രി എന്ന് പറഞ്ഞത് ഒരാൾ തലയിട്ട് നോക്കുന്നുണ്ടോ? സാധാരണ എല്ലാവർക്കും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് പേടി കൂടുതൽ. എന്നെ സംബന്ധിച്ചിടത്തോളം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് വലിയ ഭയമില്ല, കാരണം നമ്മൾ കാടിനെ അറിഞ്ഞ് കാടിനെ മനസ്സിലാക്കി അവരെ പ്രകോപിപ്പിക്കാതെയാണ് നിൽക്കുന്നത്. പക്ഷേ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവയുടെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്തൂടെയൊക്കെ പോകും, ഇവയ്ക്ക് എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. യാതൊരു പ്രകോപനവും നമ്മൾ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റീസണായിട്ട് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ തന്നെയാണ്. അതായത് ഇവിടെയും ചൂട് കൂടി തുടങ്ങിയല്ലോ. പണ്ടൊക്കെ ഇവിടെയൊന്നും ചൂട് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ചൂട് കൂടുതലും പിന്നെ ഈ പ്രാണികളുടെ ആക്രമണം, ഇത് ഇപ്പം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, നല്ല പ്രാണികളുടെ ആക്രമണം. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര അസ്വസ്ഥമായിരിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓ ഷിറ്റ്, അത് തന്നെ കാട്ടുപോത്ത് അപ്പിയിട്ടത് ഇനി കണ്ടില്ലെന്ന് പറയരുത് കേട്ടോ. അതേ കണ്ടോ,
വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. എന്തോ അർത്ഥം വെച്ച് നോക്കുന്നതാണ്. അതെന്താണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ, നമ്മുടെ നായ ഉണ്ടല്ലോ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാരണം പുള്ളിയെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് എനിക്ക് വേണ്ടി വരുന്ന കേട്ടോ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നായ്ക്കളുടെ അത്രയും നന്ദി വേറെ ഒന്നിനും ഇല്ലെന്നുള്ളതാണ് കേട്ടോ. അവൻ വന്ന് കംപ്ലീറ്റ് ഇവിടെയൊക്കെ സെർച്ച് ചെയ്യണേ. എനിക്കൊന്ന് പുള്ളി പറഞ്ഞു വിട്ടതായിരിക്കും കേട്ടോ, മേ ബി എന്നെ കൂടെ തിരിച്ച് കൊണ്ടുപോകാനായിട്ടേ. ഗൈസ്, നമ്മൾ കൂടെ വന്ന അദ്ദേഹം തിരിച്ചു പോയി. കാരണം ബൈസൺസിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പോകണമെന്ന് പറഞ്ഞു. കാരണം ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. ഒത്തിരി മനുഷ്യരെ ഈ അനിമൽസ് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസൺ അദ്ദേഹം പറഞ്ഞൊരു വാലിഡ് പോയിൻ്റാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും അത് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെപ്പോലുള്ള സഞ്ചാരികൾ വന്നിട്ട് ഈ കാട്ടുപോത്തിനെ കാണുമ്പം ചാടി ഇറങ്ങി ബഹളം വെച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, അതിൽ ഞാനും ഓക്കെ പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് പോയി ചാടി ബഹളം വെച്ച് വണ്ടിയിലിരുന്ന് അതിനെ ഇറിറ്റേറ്റ് ചെയ്ത് അത് മര്യാദയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ വന്നു കഴിയുമ്പം ഏത് മൃഗമാണെങ്കിലും നമ്മളൊന്ന് നോക്കും. അത് പിന്നെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേഞ്ചർ ആണെങ്കിലാണ് അത് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. അല്ല, നമ്മൾ അതിന് ശല്യം ചെയ്യാതെ മര്യാദയ്ക്കൊരു ബഹളം ഉണ്ടാക്കാതെ ഒരിടത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ അത് വലിയ രീതിയിലൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ വരുന്ന സഞ്ചാരികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങി ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന പാവം ഒന്നും അറിയാത്ത സഞ്ചാരികളുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെയൊക്കെ കാടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കാടിനെ ഒന്നും ശല്യം ചെയ്യാതെ വരുന്നവരുടെ നേരെ ഇതെടുത്തങ്ങ് ചാടും. നിന്ന നിപ്പിൽ ഇത് ഒരു പ്രകോപനം ഇല്ലാതെ നമുക്ക് നേരെ അങ്ങ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്, നമുക്ക് മുന്നേ നടന്നവർ ചെയ്തു വെച്ച പ്രക്രിയയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ദയവ് ഇത് ഇത്തരം പ്രവൃത്തികളൊന്നും ആരും കാണിക്കരുത്. കാരണം നിങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ ചിലപ്പം അനുഭവിക്കുന്നത് എന്നെപ്പോലുള്ളവരായിരിക്കും. ഞാനൊക്കെ ഇങ്ങനെ കാട്ടിനകത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരു ശല്യവും ചെയ്യാത്ത നമ്മുടെ നേർക്കായിരിക്കും ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ ലൈഫും ജീവനും കൂടി നിങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ ഇനി കാട്ടിലൊക്കെ വരുമ്പോൾ അത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ നടന്ന് നേരെ പോകുന്നതെന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിൻ്റെ അറ്റത്താണ്. അതായത് അവിടെ നിന്നാണ് പിന്നെ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പുലിക്കുട്ടികളും പുലിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മ, ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. വല്ലാത്തൊരു കാട്, ചുറ്റും ഇങ്ങനെ നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല. എന്താണ് ഇതിൻ്റെ ഇടയിൽ പമ്മി ഇരിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഫുൾ ഗ്രാസ് ഹിൽസാണ്. ഈ വാൾപ്പാറയിൽ ഏറ്റവും കൂടുതൽ പുലിയുള്ളത് ഗ്രാസ് ഹിൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. പണ്ടൊക്കെ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ഈ പുല്ലിൻ്റെ ഇടയിൽ പുലി പമ്മി ഇരിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിൽക്കാലത്ത് ആ ട്രെക്കിങ് തന്നെ നിരോധിച്ചു കളഞ്ഞവർ. ഇത് നമ്മൾ നേരത്തെ കണ്ട സിമെട്രിയുടെ മറു സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയായും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഈ ഒരു ഭാഗമാണ് പുള്ളി പറഞ്ഞത്, നമ്മളൊന്ന് സൂക്ഷിക്കണം, ഇവിടെയാണ് കണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. പുലിയെയും അതുപോലെ തന്നെ പുലിക്കുട്ടികളെയും കരടിയൊക്കെ ഇവിടെയാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഒന്നും നമുക്ക് എന്തുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. കരടിയാണെങ്കിലും പുലിയാണെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിസിബിൾ അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടത്തേക്കൊന്നും ഒറ്റയ്ക്ക് വരരുത് കേട്ടോ, തനിച്ചൊന്നും വരരുത്. കാരണം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുവിധമൊക്കെ ഞാനിവിടേക്ക് ഇറങ്ങി നോക്കി കേട്ടോ, ഇനി കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പുലിയെ കണ്ടില്ലെങ്കിലും കാട്ടുപോത്തിനെ കണ്ട് എന്നെ കണ്ടു കേട്ടോ. എൻ്റെ അമ്മ എന്നെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുകയാണത്. അതിനെ ഭയപ്പെടുത്താൻ വല്ലതുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കിയാണ്. അതിങ്ങോട്ട് വരാൻ വേണം. ഞാനിവിടെ നിൽക്കുന്ന കാരണം, എൻ്റെ സൗണ്ട് കേൾക്കുന്ന കാരണം അതവിടെ സ്റ്റക്കായി. ഇനിയിപ്പോൾ നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സും വളരെ ശ്രദ്ധിച്ചായിരിക്കണം കേട്ടോ. അതിനെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ്, അതിനെ പ്രകോപിപ്പിക്കുന്ന മീൻസ് അതിനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് ഓടുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയൊക്കെ ചെയ്താൽ സഡൻ റിയാക്ഷൻ അത് പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചതിന് മൂവ് ചെയ്യുള്ളൂ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് സാധനം നിൽക്കുന്നത്. ഇത് നമ്മളെ കണ്ടപ്പോൾ ഈശ്വര, ഇനി ഇവിടുന്ന് മാറുന്നതാണ് നല്ലതേട്ടാ. അതിങ്ങോട്ടും എൻ്റെ അടുത്തേക്ക് വരാം. അവൻ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് ഫുഡ് എടുക്കാതെ കണ്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കണ്ടോ, ഒരു മൃഗവും നമ്മളതിനെ പേടിപ്പിക്കാതിരുന്നാൽ, നമ്മളതിനെ പ്രകോപിപ്പിക്കാതിരുന്നാൽ അതൊന്നും നമ്മളെ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുക അതിനെ വാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മനസ്സിലായി ഞാൻ അത്ര ഡേഞ്ചർ അല്ലെന്നുള്ളത്. എന്നാലും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട്. പക്ഷേ അതങ്ങനെ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ടോ.
ഇനി ഇവിടെ നിൽക്കണ്ട, കാരണം അതിൻ്റെ വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതാണ് അതിനൊരു വിമ്മിഷ്ടം. നമുക്ക് പതുക്കെ മൂവ് ചെയ്യാം. അതൊക്കെ ഭയങ്കര റെയറായിട്ടുള്ളൊരു അവസരമാണ് കേട്ടോ, കാരണം ഇത്രയും ക്ലോസ് ആയിട്ട് അതിനെ ഒറ്റയ്ക്കിരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ ചില സന്ദർഭങ്ങളുണ്ട് കേട്ടോ ലൈഫിൽ, നമുക്ക് മറക്കാൻ പറ്റാത്ത സന്ദർഭം. ഞാൻ ഈ കാട്ടുപോത്തിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം വാട്സപ്പിലൊരു മെസ്സേജ് വന്നു കേട്ടോ. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രകൃതിയുടെ ഒരു കണക്ഷൻ ഭയങ്കര വലുതാണെന്ന് എപ്പോഴും പറയത്തില്ലേ. അങ്ങനെ ഞാൻ വാട്സപ്പിൽ ആ സൗണ്ട് കേട്ട് മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ഇതാ കറക്റ്റ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ തമിഴ്നാട്ടിൽ സ്വദേശി മരിച്ചു. നമുക്ക് അങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നല്ല ഡീപ്പായിട്ട് കാട് കയറുന്ന അല്ലെങ്കിൽ കാടിനെ അത്രയും ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നിങ്ങളിത് സംസാരിച്ച് നോക്കിയാൽ അറിയും. കാടിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില മനുഷ്യരെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ പ്രകൃതി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് സാധാരണ ഈ കാടെന്നും പറഞ്ഞ് വൈബെന്നും പറഞ്ഞ് പോകുന്നവർക്ക് അത് കിട്ടണമെന്നില്ല. കാടിനെ വളരെ ആത്മാർത്ഥമായിട്ട് അറിയാനും അതിൻ്റെ ആത്മാവിനെ തൊടാനും സാധിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കിട്ടുമെന്നുള്ളതാണ്. വെറുതെ ഇനി ഇവിടെ നിന്നേ നാളത്തെ പത്രത്തിൽ ഇതുപോലെ ഫോട്ടോ വരുത്തണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി തരുന്ന ഒരു വാണിംഗ് ആണ് കേട്ടോ. ഇത്തരം സൂചനകൾ നമ്മൾ അവഗണിക്കാതിരിക്കുക. ഒരുപാട് നേരമായി അവനെ ഇനി ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവൻ ഇങ്ങോട്ട് വരണം. ഞാനിവിടെ നിൽക്കുന്ന കാരണമാണ് അവൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. പുലിയെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പുലിക്കുട്ടികളെ ഇതുവരെയും കണ്ടിട്ടില്ല. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഇവിടെ വന്നത്. എനിവേ, ഇതായിരിക്കില്ല നമ്മുടെ സമയം, വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇനി പതുക്കെ നമുക്ക് നൈസായിട്ട് തിരിച്ച് കോട്ടേജിലേക്ക് പോവാം. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പുസ്തകങ്ങളിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് പഠിക്കുന്നത് മാത്രമാണ് വിദ്യാഭ്യാസം എന്നാണ്. എന്നാൽ അത് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ സ്വിറ്റ്സർലൻഡിലെ പ്രശസ്ത ഫിലോസഫറായിട്ടുള്ള റുസോ പറഞ്ഞതും അതാണ്. അതായത് പ്രകൃതിയെ പിന്തുടരലും ഒരു തരം വിദ്യാഭ്യാസമാണ്. ശരിയല്ലേ? പ്രകൃതി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരിക്കലും എല്ലാ പേപ്പറും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയായാലും ഇഷ്ടം പോലെ അരിയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ മാക്സിമം കഴിയുന്നതും അതിനെ പിന്തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഏറെക്കുറെ പ്രകൃതി എന്ന പ്രതിഭാസത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നീലഗിരി സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു റിസർച്ചിലും പ്രിപ്പറേഷനിലുമാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് എല്ലാവരും കാണുക. കുനൂറിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടേജാണിത്. ഒരു നോർമൽ ഹോം സ്റ്റേ ആണ്. അതോടൊപ്പം തന്നെ റേറ്റ് എന്നൊക്കെ പറയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. ഏതൊരു സാധാരണക്കാരനും വന്ന് താമസിക്കാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ കേട്ടോ. ബിലോ 3000 ഒക്കെ ഉള്ളൂ. ഇപ്പോൾ പുതിയതായിട്ടൊരു ഗ്ലാസ് ഹൗസ് കൂടെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിലുമൊക്കെ സ്റ്റേ ചെയ്യാം. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ വീഡിയോസിൽ തന്നെ കണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത് ഒരു ടീ എസ്റ്റേറ്റിന് നടുക്കാണ്, റിമോട്ടായിട്ടുള്ള കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ ഹോം സ്റ്റേ ഇരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് ഫോറസ്റ്റിനോട് ചേർന്നിട്ടാണ്, ഫോറസ്റ്റ് ബൗണ്ടറിയിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈൽഡ് ആനിമൽ സൈറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.